ഹേയ് ഗുഡ് മോർണിംഗ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു ദിവസം നവംബർ 14th മോർണിംഗിൽ ഗുഡ് മോർണിംഗ് പറയാൻ ഹരിതയും ദീപക്കും മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഹലോ ഗുഡ് മോർണിംഗ്. ഈ ഒരു കുട്ടി ഗുഡ് മോർണിംഗ് പറഞ്ഞ ആൾ ആരാണൊന്ന് പരിചയപ്പെടുത്തിക്കേ. ഹായ്, ഞാൻ വൈഗ. ഇന്ന് ചിൽഡ്രൻസ് ഡേക്ക് ദീപക്കിന്റെ ഹരിതന്യം കൂടി ഞാനും ഉണ്ടാവും. അടിപൊളി. ഇത് ആരാണ് ഈ വൈഗ എന്നുള്ളതായിരിക്കും ഇപ്പൊ ഇങ്ങനെ അല്ലെ ഈഗളി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. പരിചയപ്പെടാനായിട്ട് ഇനിയും സമയം കിടക്കുമല്ലേ. അടുത്ത 4 മണിക്കൂർ നേരം നമ്മൾ 3 പേരും ഇന്ന് ടൈം പാസിലുണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കണ്ടെങ്കിലേ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ അയക്കാം. അങ്ങനെയാണെങ്കിൽ വൈഗ വാട്സാപ്പിന്റെ ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ പറയാം, 8129411919. അപ്പൊ പറയല്ലേ, ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അപ്പൊ ഇന്ന് എന്തായാലും ടൈം പാസിൽ ഡേ ഹരിതി ഉണ്ട്, ദീപക് ഉണ്ട്, കൂടെ RJ വൈകിയുണ്ട്. ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി. മനസ്സിരുന്നുരകളോ തളിരിള മൊഴികളോ കുളിരൊളിയലകളോ നിമിഷങ്ങളിൽ ഞാൻ അറിയട്ടെ എൻ ചിന്തകൾ ചിറകു വിടർത്തട്ടെ. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഹായ്, ഇത് ഫൈനൽസത്തെ സോങ് അല്ലേ? നല്ല രസം കേൾക്കാൻ. ഇത് ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ടോ ഈ ഓ, സോങ്? ആഹാ. അപ്പൊ പാട്ടൊക്കെ കേട്ട് ദേ ഇന്ന് നവംബർ 14th റേഡിയോ മാംഗോ ടൈം പാസിൽ ആരൊക്കെയാണുള്ളത്? ഹരിത, ദീപക് ആൻഡ് RJ വൈഗ. നമ്മളിതേ ഇവിടെ ചിൽഡ്രൻസ് ഡേ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലെ. ഈ RJ വൈഗ ആരായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ഒരു ചെറിയ ക്യൂരിയോസിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. ഇനി അല്ലാതെ ഒന്ന് വൈകി തന്നെ പരിചയപ്പെടുത്തി കൊടുക്ക്. എന്റെ പേര് വൈഗ വേദ പടിയത്. വലിയ പേരാണല്ലോ. അതെ. ഞാൻ നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്, 5th സ്റ്റാൻഡേർഡ്. പിന്നെ എന്റെ അച്ഛന്റെ പേര് ദീപക് പടിയത് എന്നാണ്. എന്റെ പേരും ദീപക് എന്നാണല്ലോ. അച്ഛൻ എപ്പോഴും പറയൂ, അതാ ദീപക് എന്റെ ഫ്രണ്ടാന്ന്. അടിപൊളി. ബാക്കി പരിചയപ്പെടുത്തു. എന്റെ അമ്മയുടെ പേര് അമിത. എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് ദിയ വേദ പടിയത്താണ്. അപ്പൊ ചേച്ചി കരാട്ട പഠിക്കുന്നുണ്ട്, ഞാനും പഠിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അടി കൂടുമ്പോ തമ്മിൽ എന്തൊക്കെയോ ചെയ്യാറുണ്ട്. ദീപക് ഒന്ന് സൂക്ഷിച്ചോ, ഞാനെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാനൊരു കയ്യകലത്തില് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടിയാലേ ഉള്ളൂ. ഒരു കൺസിഡറേഷനും ഇല്ല. ദീപക് കുറച്ചൊന്ന് എക്സ്ട്രാ കെയർഫുൾ ആവുന്നത് നല്ലതാണ്. എന്റെ ടീമാണ് ഇപ്പൊ വൈക. അപ്പൊ നിങ്ങൾ രണ്ടാളും ടീമായി, ഞാൻ വേറൊരു ടീമാണ്. അല്ലല്ല, ഞാൻ എല്ലാവരുടെയും ഫ്രണ്ട്സാ. ചിൽഡ്രൻസ് ഡേക്ക് വേണമെങ്കിൽ നമുക്ക് ദീപകിനെ കൂട്ടാം. അതെ, പിന്നല്ല. അപ്പോ റേഡിയോ മാംഗോ 91.9 ഡേ ഇന്ന് ടൈം പാസിലുള്ളത് 3 പേരാണ് കേട്ടോ. ഹരിത, ദീപക് ആൻഡ് RJ വൈഗ. അടിപൊളി. ആൻഡ് ഓൾസോ നമുക്ക് വൈകിയനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം. 8129411919. ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഗുഡ് മോർണിംഗ്, ഇത് RJ വൈകിയാണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് RJ ഹരിതന്റെ ദീപകിന്റെ കൂടി ഞാനും ഉണ്ട്. ആഹാ, അടിപൊളി. ഇതിപ്പോ ആള് ട്രാക്കിൽ വീണല്ലോ. ആള് നേരത്തെ എല്ലാം പഠിച്ച സെറ്റാണ് കേട്ടോ. അല്ല, വൈഗ നടക്കാവ് സ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മള് ഈ നടക്കാവെന്ന് പറയുകയാണെങ്കിൽ വളരെ അടുത്താണ്. ഇത്രയും അടുത്തായിട്ട് നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ എത്ര നേരം വൈകിപ്പോയത്? അത് ചില സമയങ്ങളിൽ അങ്ങനെയല്ലേ ദീപക്കെ. ലൈഫിൽ ചില ആൾക്കാരെ കണ്ടുമുട്ടാൻ ഓരോ ടൈം ഉണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ. ഈ ഹരിത ഭയങ്കര ഫിലോസഫി ഒക്കെ പറയണ്ടല്ലോ. എന്താ അങ്ങനെ ഒരു ടോക്ക്? അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അല്ല, പഠിക്കുന്നത് നടക്കാവില്ലല്ലേ? അപ്പൊ വീടൊക്കെ എവിടെയാ? വീട് നടക്കാവിലാണ്. അച്ഛന്റെ വീട് നടക്കാവിലാണ്. പക്ഷെ ഈയിടെ ആയിട്ട് ഞാൻ അമ്മമ്മേന്റെ വീട്ടിലാണ് നിക്കാറ്. അതെവിടെയാ? അത് വയനാട് പാലക്കോട്ട് വയൽ. അപ്പൊ പാലക്കോട്ട് വയലിൽ നിന്ന് എല്ലാ ദിവസവും ഇതേപോലെ തന്നെ നടക്കാവിലേക്ക് എങ്ങനെ വരും നമ്മള്? ഞാൻ ബസ് കയറി വരും, സിറ്റി ബസ്. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഉണ്ടല്ലോ 2 ബസ്സൊക്കെ കേറി വരുന്നുണ്ട് ആൾ ഈ ഒരു പ്രായത്തില്. വൈകുന്നേരം 2 ബസ് കയറണം. ഒറ്റക്കാണ് പോവാ? കണ്ട് പഠിക്ക് ദീപക്കെ. ഒറ്റയ്ക്കൊക്കെയാ പോകുന്ന ആള്. ഇത് ഞാൻ ശരിക്കും അങ്ങോട്ട് പറയേണ്ട ഡയലോഗ് അല്ലേ? ഹലോ, പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതും 5ാം ക്ലാസ്സിൽ, ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയി തിരിച്ചു വരാറുണ്ട്. അയ്യോ, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി അടി കൂടണ്ട. ഞാൻ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ പോവാണ്. നിങ്ങൾ എന്നെ പോലെ ഒറ്റയ്ക്ക് സ്കൂളിൽ പോവാണോ അതോ പാരന്റ്സിനോട് പോവാണോ? ഒറ്റൊരു മെസ്സേജ് അയച്ചാ മതി. ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ 8129411919. ആഹാ, അടിപൊളി. അപ്പൊ നമ്മളാരായി? ടൈം പാസിൽ ഹരിതിയും വൈകിയും ദീപക്കും. ഹരിതിയും വൈകിയും ദീപക്കും ആണുള്ളത്. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. സുന്ദരി ഒന്നു പറയൂ പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം ഇനി. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി.
റെയിൻ റെയിൻ കം അഗെയിൻ മൂവിയിലെ പാട്ടാണ് കേട്ടത്. ഒരു സമയം നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത സോങ് അല്ലേ? ടൈം പാസിൽ ഹരിതയും ദീപക്കും മാത്രമല്ല, ഇന്ന് ചിൽഡ്രൻസ് ഡേയിൽ ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ്, ഞാൻ ആർജെ വൈഗ. ആർജെ വൈഗനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പടവെട്ടി വേണ്ട മാസ് സിനിമ ഡയലോഗ് ഒക്കെ പോലെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് ലൈൻ ബസ് കയറി പോയി തിരിച്ചു വരുന്ന ആളാണ്. ലൈൻ ബസ് അല്ല, സിറ്റി ബസ് മാറിപ്പോയി. സിറ്റി ബസ് കയറി പോയി തിരിച്ചു വരുന്ന ആളാണ്. അല്ല വൈഗ, അങ്ങനെയാണെങ്കിൽ വൈഗനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. എല്ലാ ദിവസവും നടക്കാവുന്ന വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും ബസ്സിന് വരുന്ന ആളാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നടക്കാവിൽ നിന്നും പാലക്കോട്ട് വയലിലേക്ക് ബസ്സിൽ പോവുക എന്നുള്ളത് ഒന്ന് വൈഗ പറഞ്ഞുതരൂ. നടക്കാവ് സ്കൂളിലേക്ക് പോകണമെങ്കിൽ നടക്കാവിലേക്ക് ഡയറക്റ്റ് പോകുന്ന ബസ് ഉണ്ട്. 7 days എന്നാണ് പേര്. അപ്പൊ ഇതില്ലേ ഞാൻ പോവും. പക്ഷെ അതില്ലെങ്കിൽ അമ്മ ഓട്ടോ കയറ്റി തരും. പിന്നെ വൈകുന്നേരം ആവുമ്പോ ഞാന് നടക്കാവുന്ന മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് കയറും. എന്നിട്ട് അവിടുന്ന് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയിട്ട് പാലക്കോട്ടുവയലിലേക്ക് പോകും. എന്നോട് ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് ബസ് റൂട്ട് കാര്യമായിട്ട് അറിയില്ല കേട്ടോ. അതായത് ഹരിതയ്ക്ക് പുതിയങ്ങാടി കോഴിക്കോട് ടൗണിലേക്ക് ബസ് കയറണമെങ്കിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഹരിത വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് വൈകി ഇതൊക്കെ എങ്ങനെ ചെയ്യണോ? സത്യം. ആൻഡ് പോകുന്ന വഴിയിലൊക്കെ ചില ബസ്സുകളൊക്കെ കാണുന്ന സമയത്ത് ആള് പറയും, ഓഹോ ഈ ബസ് ഇവിടെ എത്തിയല്ലേ, അപ്പൊ ചേച്ചി അവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആള് കാൽക്കുലേഷൻ ഒക്കെ ഓൾറെഡി സെറ്റ് ആണ്. അത് ചേച്ചി 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ടേ ബസ് പോവാറുണ്ട്. അപ്പൊ വീട്ടിൽ വന്നാ പറയൂ, അമ്മ ഇന്ന് 7 days ഇല്ലായിരുന്നു, ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് സ്കൂളിലെത്താൻ ലേറ്റ് ആയിരുന്നു. അപ്പൊ തന്നെ ഞാൻ കൊറേ ബസ്സിന്റെ പേര് പഠിച്ചു വെക്കും. അപ്പൊ ഈ ബസ് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്താ വരുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഇതാണ് ചെറുപ്പകാലം തൊട്ടേ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് പഠിക്കണം എന്ന് പറയുന്നത്. അതെ, ഇത് ഹരിതയ്ക്ക് ഒരു വലിയ പാഠമാണ് ഈ ഒരു ചിൽഡ്രൻസ് ഡേയിൽ. ചില കുട്ടി പാഠങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാ. അപ്പൊ എന്തായാലും ഇങ്ങനെ കുറച്ച് കുട്ടിക്കളികളും തമാശകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ടൈം പാസിൽ നമ്മൾ 3 പേരാണുള്ളത്. ആർജെ ഹരിത ആൻഡ് ദീപക് ആൻഡ് ആർജെ വൈഗ. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഇവിടെ ഒരാളിരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആർജെ ഹരിത കുട്ടിയാവാൻ വേണ്ടിയിട്ട്. അല്ലല്ല, ഇന്ന് നമ്മുടെ രണ്ടുപേരുടെ ദിവസമാണ്. ചിൽഡ്രൻസ് ഡേ ആണ് ഞങ്ങൾക്ക്. അതായത് നമ്മുടെ രണ്ടുപേരുടെയും ദിവസമാണ്. ദീപക് ചേട്ടൻ, ഞാനും വൈകയും കുട്ടികൾ. ഇപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവർ രണ്ടുപേരും ടീമായി, ഞാൻ പുറത്തായി. ഇന്നത്തെ ടൈം പാസിൽ ഹരിതയുണ്ട്, ദീപക് ഉണ്ട്, കൂടെ വൈകിയുണ്ട്. ഓൺ റേഡിയോ മാംഗോ 91.9. അല്ല വൈക, ഇന്നിപ്പോ ചിൽഡ്രൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉള്ളത്? ഞാൻ ഹൈസ്കൂളിലത്തെ ചേച്ചിമാര് കുറെ ഡാൻസ് എന്തോ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഡാൻസ് ഉണ്ടാവും, പിന്നെ സ്വീറ്റ്സ് മുട്ടായിസ് അതൊക്കെ ഉണ്ടാവും. സ്വീറ്റ്സ് മിഠായിസ്. അതെ, പക്ഷെ നമ്മളിവിടെ റേഡിയോ മാംഗോലാണല്ലോ അല്ലേ വൈക? അതെ. അല്ല, വരുന്ന സമയത്ത് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഞാൻ റേഡിയോ മാംഗോയിൽ പോവാണെന്ന്. ഓ പറഞ്ഞു. അവരൊക്കെ നീ ഭയങ്കര ലക്കിയാണ്, അടിപൊളി അടിപൊളി എന്നൊക്കെ. അപ്പൊ ഇനിയിപ്പൊ നാളെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാ നമ്മളൊരു ചെറിയ സെലിബ്രിറ്റി ആവും. അതെ. അപ്പൊ ഇന്ന് ചിൽഡ്രൻസ് ഡേയിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ആർജെ വൈകിക്കും and also all the kids out there ഒരു സ്പെഷ്യൽ സോങ് നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഏതാണ് പാട്ട്? എന്നാ പിടിച്ചോ, മിന്നൽ മുരളീത്തെ പാട്ട്. in 3, 2, 1. മിന്നൽ തിളങ്ങി 11 മണിയായി സമയം. വൈകിക്ക് ചായ വേണോ അല്ലെങ്കിൽ കോഫി വേണോ? ചായ. ചായ ലവറാണ് അല്ലേ? അപ്പൊ ഞാനും വൈകിയും ടീമായി. എനിക്ക് കോഫിന്റെ ആളാണ്. എന്തായാലും കൂട്ടിനൊരാളുണ്ടല്ലോ ഒരു 11 മണി ആവുമ്പോ. അതെ. അല്ല, ഈ 11 മണി സമയത്ത് ചായ കുടിക്കണം എന്ന് നിർബന്ധമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. രാവിലെ ചായന്റെ കൂടെ ചായ വേണം. രാവിലത്തെ ചായന്റെ കൂടെ ചായ വേണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ചായ വേണം. അത് നിർബന്ധം. അല്ല, ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ സ്നാക്സ് ഒക്കെ എടുക്കാറുണ്ടോ ഇന്റർവെൽ ടൈമിൽ കഴിക്കാൻ? ഓ, ചില സമയത്ത് എടുക്കാറില്ല. അപ്പൊ ഫ്രണ്ട്സിന് എടുക്കും. ഷെയർ ചെയ്യും. കെയറിംഗ് ആണല്ലോ. അതെ. അപ്പൊ ഇന്ന് ചിൽഡ്രൻസ് ഡേ ടൈം പാസിൽ ഹരിതയും ദീപക്കും മാത്രമല്ല, കൂടെ ആർജെ വൈകിയുണ്ട്. ഫ്രം GVHSS നടക്കാവ്. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. മനം തൊടും മധുര റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഹായ്, ഞാൻ ആർജെ വൈഗ. ഞാൻ
നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ടൈം പാസിൽ ദീപകിന്റെ ഹരിതേന്റെയും കൂടി ഞാനുണ്ട്. ഉഫ്, ഈ ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ പറയുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കളർ ഡ്രസ് ഇട്ട് പോയിരുന്നു. പക്ഷെ ഇത് എന്റെ അടുത്ത് നമ്മുടെ ആർജെ വൈകി ഇരിക്കുന്ന സമയത്ത് ഫുൾ യൂണിഫോമിലാണ് കേട്ടോ ആളിരിക്കുന്നത്. സ്കൂളില് ചിൽഡ്രൻസ് ഡേന് ഒന്നും കളർ ഡ്രസ് പറ്റൂല. ഞാൻ ക്ലാസ് ടീച്ചറിനോട് ചോദിച്ചു, മിസ്സേ ഞാൻ ഇട്ടോട്ടെ എന്ന്. പക്ഷെ മിസ് സമ്മതിക്കുന്നില്ല. സ്കൂളില് പുതിയ റൂള് വേണമായിരുന്നു, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് വരാൻ. അത് നല്ലൊരു മുന്നേറ്റമായിരിക്കും. അല്ല, നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഇതേപോലെ ചിൽഡ്രൻസ് ഡേയില് കളർ ഡ്രസ് ഇട്ട് വരാൻ ചാൻസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ യൂണിഫോം ആയിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോട്ടെ അല്ലേ? വൈക നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. 8129411919. ഹൈ, കറക്റ്റ് ആയിട്ട് പിടിച്ചല്ലോ. പിന്നെ വൈഹാട്ടാണ് ആൾക്ക്. ടൈം പാസിൽ വൈകിയുണ്ട്, ഹരിതയുണ്ട്, കൂടെ ദീപക്കും ഉണ്ട്. ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി. पल 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 हर पल कैसे कटेगा पल हर पल 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 റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ആഹാ, വൈകയ്ക്ക് ഇത് ഓൾറെഡി കുറെ മെസ്സേജ് വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ. അതാരാ മെസ്സേജ് അയച്ച? താങ്ക് യു കേട്ടോ. റിഫാദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. റിഫാദ് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതേപോലെ കളർ ഡ്രസ് ആയിരുന്നു ചിൽഡ്രൻസ് ഡേക്ക് എന്ന്. ഇവിടെ ഇപ്പോ കളർ ഡ്രസ് ഇല്ലാത്തത് വൈകക്ക് മാത്രമാണ്. അതെ, വൈക അതിന്റെ ചെറുതായിട്ട് സെഡ് അടിച്ചിരിക്കുകയാണ്. അതെ അതെ. അങ്ങനെയാണെങ്കിൽ വൈകയ്ക്ക് ഇപ്പൊ കളർ ഡ്രസ് ഇടാനുള്ള ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കാം. വൈകയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഏതാ? ബാഗി ജീൻസും ക്രോപ്പ് ടോപ്പും. ബാഗി ജീൻസും ക്രോപ്പ് ടോപ്പും അണിഞ്ഞ്. ആ പാട്ട് എങ്ങനെയായിരുന്നു? ബാഗി ജീൻസും ടോപ്പും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം. അപ്പൊ ചെത്തി നടക്കാൻ ആഗ്രഹമുണ്ട് ആൾക്ക്. ടൗണിലല്ല ചെത്തി നടക്കണ്ടേ, സ്കൂളിൽ ചെത്തി നടക്കാം എന്നുള്ളതാണ് ആഗ്രഹം അല്ലേ? ശരിക്കും ഈ സ്കൂളിൽ ഇഷ്ടമുള്ള ഡ്രസ് ഇടാൻ പറ്റുന്ന റൂള് വേണമായിരുന്നു. അങ്ങനെയാണ് എന്ത് സുഖാവുമായിരുന്നു. അല്ല, വൈകയുടെ ക്ലാസ് ടീച്ചർ പേരെന്താ? ലീന. ലീന മിസ്സേ, വൈക പറഞ്ഞ ഈ ഒരു റിക്വസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പരിഗണിക്കണേ. നെക്സ്റ്റ് ഇയർ നമുക്ക് ചിൽഡ്രൻസ് ഡേക്ക് കളർ ഡ്രസ് ആക്കിയാലോ? നെക്സ്റ്റ് ഇയർ എങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് ആർജെ വൈകിയുടെ വക. ഇന്ന് ചിൽഡ്രൻസ് ഡേയില് റേഡിയോ മാംഗോ ടൈം പാസിൽ ഹരിതന്റെ ദീപകിന്റെ കൂടി ഞാനുണ്ട്. ആർജെ വൈക ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി. കോമൽ താമര കണ്ണല്ലേ നീ എൻ മാനസ പെണ്ണല്ലേ. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. சின்ன சின்னதாய் கோரிக்கைகள் செவி கொடு சிநேகிதனே. അപ്പൊ വീണ്ടും 1 2 3 4 ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇതിന് കൗണ്ട് ഡൗൺ കൊടുക്കലാണ് ഇപ്പൊ എന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. എന്തായാലും ഇന്ന് ഈ ചിൽഡ്രൻസ് ഡേയിൽ ടൈം പാസിൽ ഹരിതയുടെയും ദീപകിന്റെയും കൂടെ ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ആർജെ വൈക. ഓൾ ദി വേ ഫ്രം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് വിഷമമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ. അതെ, വിഷമല്ല, ഞങ്ങൾക്ക് യൂണിഫോമിന്റെ കൂടെ കളർ ഡ്രസ് ഇടാൻ അല്ലേ? അതെ, ഒരു അനുവാദം. അതെ, ചെറിയ ചില പരിപാടിക്ക്. അതായത് വൈകനോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്കില് ഒരു ദിവസം കളർ ഡ്രസ് ഇടണം എന്നാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത് കളർ ഡ്രസ് ഇടണം എന്നാണോ വൈകന്റെ ആവശ്യം? അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് ഒരു എന്താ പറയുക, പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ദിവസം യൂണിഫോം ഇട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോട്ടും മറ്റേതും ഇതൊക്കെ. അപ്പൊ സുഖമായിട്ടൊരു ബാഗി ജീൻസ് ക്രോപ്പ് ടോപ്പ് ഇട്ട എന്ത് സുഖ. ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതില് അല്ലേ വേണമെങ്കിൽ പങ്കുചേരാം. അതേപോലെ തന്നെ പരിഗണിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ആ ടൈം പാസിൽ ഹരിതയുണ്ട്, ദീപക് ഉണ്ട്, കൂടെ ആരാണുള്ളത്? ആർജെ വൈക ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി. മാംഗോ മണമിതാ റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ പ്ലീസ്. എല്ലാ തേഴ്സ്ഡേസും എന്തൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തേഴ്സ്ഡേ ആണ് ഗാന്ധി ജയന്തി, തേഴ്സ്ഡേ ആണ് കൃഷ്ണന്റെ ബർത്ത്ഡേ, തേഴ്സ്ഡേ ആണ് ചിൽഡ്രൻസ് ഡേ, തേഴ്സ്ഡേ അങ്ങനെ കുറെ സ്പെഷ്യൽ തിങ്സ് ഉണ്ട്. എന്താ അങ്ങനെ? അതെന്താ അങ്ങനെ ഉണ്ടോ? ഈ വർഷം ഞാൻ ഈ വർഷത്തെ കലണ്ടറിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അല്ല, ദേ വൈക പറഞ്ഞത് ഒരു പോയിന്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോ തൊട്ടടുത്ത് കലണ്ടർ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് മറച്ചു നോക്കൂ. ഈ വർഷത്തിൽ തേഴ്സ്ഡേക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ വർഷത്തെ പല പബ്ലിക് ഹോളിഡേസും തേഴ്സ്ഡേയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. 2024 തേഴ്സ്ഡേക്ക് ഇത് എന്ത് പറ്റി?
അല്ല, ഈ തേഴ്സ്ഡേ എന്ന് പറയുന്ന സമയത്ത് വൈകേന്റെ ഒരു ഫീല് എങ്ങനെയാണ്? ഇനി ഒരു ദിവസം കൊണ്ടല്ലേ സ്കൂളിൽ പോകാനുള്ള 2 ദിവസം ലീവ് അല്ലേ എന്ന് എന്റെ വിചാരം. എനിക്ക് അതാ ഇഷ്ടം. വൈകിക്ക് ഞാനായിട്ട് ഒരുപാട് സാമ്യമുണ്ട് കേട്ടോ. വൈകിനെ പോലെ തന്നെയായിരുന്നു ഞാനും. ഈ വീക്കെൻഡിലോട്ടേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് തേഴ്സ്ഡേ ദിവസം എന്നൊക്കെ പറയുമ്പോ. ഇതിന് ഞങ്ങൾ സ്കൂളിൽ പോകാൻ മടി എന്നാണ് പറയാ. അങ്ങനെ ചില ആൾക്കാർ പറയും, പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല. അതെ. അല്ല, പൊതുവെ വൈക ഹോളിഡേ ഒക്കെ കിട്ടുന്ന സമയത്ത് എന്താണ് ചെയ്യാറ്? രാവിലെ 10 മണിക്ക് എണീക്കും. പക്ഷേ ചില സമയത്ത് അച്ഛൻ എന്നെ സമ്മതിക്കില്ല. കാരണം അച്ഛൻ എല്ലാ സൺഡേസും യോഗയ്ക്ക് പോകും. അപ്പൊ യോഗയ്ക്ക് പോയി അച്ഛൻ കൃത്യം 9 മണിക്ക് വീട്ടിലെത്തും. എന്നിട്ട് ഞങ്ങള് ഉറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ വേഗം പോയി കുളിച്ചിട്ട് ആ നനഞ്ഞൻ തോർത്തെടുത്ത് ഞങ്ങളുടെ മുഖത്തും ഇങ്ങനെ എനിക്കിങ്ങനെ എന്റെ ഉറക്കവും പോയി. അങ്ങനെ ഞാൻ വേഗം പോയി പല്ലേച്ച് കുളിക്കും. കുളിച്ചു കഴിഞ്ഞാല് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അമ്മയുടെ ഫോൺ എടുക്കും, ഓടും. അല്ലെങ്കിൽ ചേച്ചി അമ്മയുടെ ഫോൺ എടുക്കും. ഫോൺ എടുത്താൽ തന്നെ 5 മിനിറ്റിനുള്ളിൽ അച്ഛൻ പറയും, എന്താ പ്രൊഡക്റ്റീവായി ചെയ്യാ എന്റെ വൈകിയേ, നീ വേറെ എന്താ ബുക്ക് എടുത്തെന്നാ വായിക്കുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്താ പറഞ്ഞു. പക്ഷെ അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ സമ്മതിക്കൂല. അങ്ങനെ എന്തെങ്കിലും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അപ്പത്തേക്ക് ഉച്ചയാവും. ഉച്ചയായി കഴിഞ്ഞാല് അച്ഛമ്മ എന്തെങ്കിലും പൊരിച്ച മീൻ എന്താ ഉണ്ടാക്കി തരും. അത് കഴിച്ചു കഴിഞ്ഞാല് വീണ്ടും ഇരുന്ന് കാണാൻ വിചാരിക്കും. 1 മണി കഴിഞ്ഞ് അച്ഛൻ ഉച്ചയ്ക്ക് വർക്ക് കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് വരും. എന്നിട്ട് അറിയൂ മതി ഇനി പവർ നാപ്പ് എന്ന്. എനിക്കിങ്ങനെ ദേഷ്യം പിടിച്ച് എന്താ പറയണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. കാര്യം എന്താ വെച്ചാൽ കഥ നീണ്ടങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ പവർ നാപ്പിലാണ് നമ്മൾ നിർത്തിയത്. ഇനി ഒരു പാട്ട് കേട്ടാലോ? അല്ല, ക്ഷീണായി പോകുന്നു. അതെ. ടൈം പാസിലെ ഹരിതയും ദീപക്കും ഒപ്പം നമ്മുടെ RJ വൈകിയുണ്ട് ഈ ചിൽഡ്രൻസ് ഡേയിൽ. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. आने जाने वाले सारे तकने लगे, नाम तेरा नींद में हम बकने लगे। हाय 12 മണി സമയമാണ്. ടൈം പാസിൽ ഇന്ന് ഈ ചിൽഡ്രൻസ് ഡേയിൽ ചെറുതായിട്ടൊരു കോട്ടുവായൊക്കെ ഇടുന്നുണ്ടല്ലോ ഹരിത. പവർനാപ്പ് ആ പവർനാപ്പ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ കൂടി ഞങ്ങളുടെ കൂടി. ആരാണത്? RJ വൈഗ നേരത്തെ ഒരു പവർ നാപ്പിലായിരുന്നു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാണ്ട്. അല്ല, ഈ പവർ നാപ്പിനോട് എന്താണ് നമുക്ക് തീരെ ഇഷ്ടമല്ലാത്തത്? വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്? കാരണം നമ്മള് ഉച്ചക്കാണ് എനിക്ക് ഫോണ് കിട്ടുക. അപ്പൊ അച്ഛൻ പറയൂ, അതായത് ലീവുള്ള ദിവസം. അതന്നെ. ലീവ് ഇല്ലാത്ത ദിവസം ഞാൻ സ്കൂളിലിരിക്കും ഉച്ചക്ക്. അത് ശരി. എന്താണ് ദീപകേട്ടാ? എന്നിട്ട് അപ്പൊ ഫോൺ കാണാൻ അങ്ങനെ തുടങ്ങി 2-3 ഷോട്ട്സ് ഉണ്ടാ. അപ്പൊ അച്ഛൻ വിളിക്കും, പറഞ്ഞ ഇങ്ങനെ ദേഷ്യം പിടിക്കും. അച്ഛൻ എപ്പ കണ്ട അച്ഛൻ പറഞ്ഞാ കേൾക്കൂല. അങ്ങനെ ഫോൺ അവിടെ സൈഡിൽ വെക്കും. പക്ഷെ വെച്ചില്ലെങ്കിൽ അച്ഛൻ 1 2 ആകുമ്പോഴേക്കും ഞാൻ അവിടെ വെച്ച് കിടന്നുണ്ടാവും. അല്ലെങ്കിൽ അച്ഛൻ ബെൽറ്റ് എടുത്ത് അടിക്കുന്നു അറിയും. പക്ഷെ അടിക്കാറില്ല സാധാരണ, പേടിപ്പിക്കുള്ളൂ. പേടിപ്പിക്കും. അപ്പൊ ഞാൻ അവിടെ വെച്ച് കിടക്കും. 5 മിനിറ്റുള്ള അച്ഛൻ ഇങ്ങനെ അപ്പൊ മനസ്സിലായി അച്ഛൻ ഉറങ്ങിന്ന്. പിന്നീട് എന്ത് സംഭവിച്ചു അതിപ്പോ പറയില്ല, ഒരു പാട്ട് കഴിഞ്ഞിട്ട് പറയാം. അതാണ് അതിന്റെ ഒരു പോയിന്റ്. ടൈം പാസിൽ ഹരിതയുണ്ട്, ദീപക് കൂടെ RJ വൈകിയുണ്ട് ഈ ഒരു ചിൽഡ്രൻസ് ഡേയിൽ. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. നഷ്ടം ഇതൊരിഷ്ടം വെടിയുക ബഹു കഷ്ടം ഈ ശീലം പാടെ മറക്കാൻ എന്നൊരു വിമ്മിഷ്ടം. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഇന്ന് ടൈം പാസിൽ ഞാനാണുള്ളത്, RJ വൈഗ. ഞങ്ങളോ? പിന്നെ 2 ആൾക്കാരും. സൈഡിൽ വെറുതെ 2 ഉണ്ടെന്ന്. അപ്പോ മെയിൻ ആളായി മാറിയിരിക്കുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. ചിൽഡ്രൻസ് ഡേയില് നമ്മളാണ് മെയിൻ, നമ്മൾ ബാക്കി 2 പേരും സൈഡാണ്. അപ്പൊ നമ്മളുടെ കുട്ടി RJ വൈഗ പഠിക്കുന്നത് നമ്മളുടെ GVHSS ഫോർ ഗേൾസ് നടക്കാവ് സ്കൂളാണ്. കറക്റ്റ് അല്ലേ? ഇപ്പൊ കറക്റ്റ്. ഇതുപോലെ തെറ്റിക്കാതെ പറയണം കേട്ടോ. ആയിക്കോട്ടെ. അല്ല വൈഗ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ ഹരിത. അല്ല, ഈ ഹോളിഡേസ് ഒക്കെ കിട്ടുന്ന സമയത്ത് വൈഗ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും കളിക്കാൻ പോവാറില്ലേ? കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 6 മണി വരെ കളിക്കും. 6 മണി ആയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ചേച്ചി പറയും, നീ ആദ്യം പോയി മേലേക്കോ, നീ ആദ്യം പോയി മേലേക്കോ. അപ്പൊ അവിടെ വീണ്ടും ഒരു അടി. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും പോയി മേലേക്കോ. എനിക്ക് വൃത്തിയില്ലാതെ എനിക്കിതിന് ഇഷ്ടമല്ല. അതായത് ഞങ്ങൾ ചായ കുടിക്കും. കാരണം കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഞാൻ 6 മണിക്ക് തിരിച്ചെത്തുള്ളൂ. അപ്പൊ ചായ കുടിക്കൂ. അപ്പത്തേക്കും അച്ഛന്റെ പവർണമ്പ കഴിഞ്ഞ് വന്നിണ്ടാവും. സത്യം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഞങ്ങൾ അങ്ങോട്ട് തരികയാണ്. നമ്മളുടെ ഒരു പവർ നാപ്പ് എന്ന് പറയുമ്പോ അത് എത്ര മിനിറ്റ് ആണ് ഏകദേശം, അല്ലെങ്കിൽ മണിക്കൂറുകളിലേക്ക് നീളാറുണ്ടോ? ഒരു മെസ്സേജ് അയച്ചോ. മെസ്സേജ് അയക്കുന്ന നമ്പർ വൈകി ഒന്ന് പറഞ്ഞു കൊടുക്ക്. 81
8129411919. ആഹാ, ഇതാണ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ. അപ്പോ മെസ്സേജ് ഇങ്ങോട്ട് പോരുമല്ലോ അല്ലേ? ടൈം പാസിൽ ദേ ഹരിതയും ദീപക്കും ഒപ്പം ഇന്ന് ചിൽഡ്രൻസ് ഡേയിൽ ആരാണ് കൂടെ ഉള്ളത്? RJ വൈഗ. നാട്ടിലെങ്ങും പാട്ടായി. തേരാ മേരാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ ലോലാ വായോ പോകാം ലോകം കാണാം തേരാ റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ജുഗ് ജുഗ് ജിയോ മൂവിലെ പാട്ടൊക്കെ കേട്ടങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് ചിൽഡ്രൻസ് ഡേയിൽ ടൈം പാസിൽ ഹരിതയുടെയും ദീപകിന്റെയും കൂടെ ആരാ ഉള്ളത്? RJ വൈഗ. അങ്ങനെയാണെങ്കിൽ വൈഗ ഫ്രം GVHSS നടക്കാവ് ഗേൾസ്. Correct. ആ, കറക്റ്റ് ആയിട്ട് വീണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ലീവ് കിട്ടുന്ന ദിവസമൊക്കെ മൊബൈൽ ഫോണിനകത്ത് കുറച്ച് സമയം കിട്ടുന്നുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. അല്ല, ഈ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് എന്താണ് കാണുന്നത് മൊബൈൽ ഫോണിനകത്ത്? ഈ ഷോർട്സ് ഒക്കെ ഉണ്ടാവില്ലേ, എനിക്ക് വീഡിയോസ് കാണാൻ മടിയാ. അതുകൊണ്ട് ഞാൻ ഷോർട്സ് ആണ് കാണാറ്. ഷോർട്സ് സിനിമ സ്റ്റെല്ലർ എന്ന് പറഞ്ഞ ചാനൽ ഉണ്ട്. എന്ന് വെച്ചാല് സിനിമാസ് ഒക്കെ ഇവര് കണ്ടിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ ഇത് ഞങ്ങൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. ഇന്നലെ രാത്രി കൂടി 2 വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ കാണാറുണ്ട്. ഓഹോ, അപ്പൊ വീട്ടിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുള്ളത് വൈകിയാണോ വൈകിയുടെ ചേച്ചിയാണോ? ചേച്ചിയാ. കാരണം എപ്പോഴും അമ്മ പറയൂ, നീ 24 മണിക്കൂർ ഫോണും കണ്ടിരിക്കാലോ, എന്താ പോയി പഠിക്കണ്ടേ ദിയേന്ന് പറയും. ആഹാ, ഈ ദിയ ചേച്ചി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നടക്കാവ് ഗേൾസ്. സെയിം സ്കൂളിൽ തന്നെ. ചേച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഇതല്ല കേട്ടോ, വീട്ടിലെ പാരന്റ്സിന് സ്ഥിരമുള്ള ഡയലോഗാണ് ഈ 24 മണിക്കൂർ. ഒരു 5 മിനിറ്റ് ആയിരിക്കും നമ്മൾ കളിച്ചിട്ടുണ്ടാവും. അതെ. എന്നാലും പക്ഷെ പറയുമ്പോ 24 മണിക്കൂർ എന്നാ പറയാ. അല്ല, ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ അവിടെയും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ മറക്കണ്ട. മെസ്സേജ് അയക്കേണ്ട നമ്പർ വൈക പറയും. 8129411919. ഇതാണ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ. ടൈം പാസിൽ ഹരിതയും ദീപക്കും ആൻഡ് നമ്മുടെ കൂടെ RJ വൈഗ ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. മരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഹായ്, ഞാൻ RJ വൈഗ. ഇന്ന് ഈ ചിൽഡ്രൻസ് ഡേയില് ഞാൻ ദീപകിന്റെയോ ഹരിതന്റെയോ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വന്നാണ്. അവർക്ക് ഭയങ്കര കുട്ടികളി കൂടിയിട്ടുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞൂടാ. അല്ല, എന്തായാലും ഇത് ഇന്നത്തെ ദിവസം റേഡിയോ മാംഗോ മൊത്തത്തിൽ ഈ കുട്ടിക്കൂട്ടങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുക. അല്ലെങ്കിലും ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള കുട്ടീനെ എടുത്ത് പുറത്തിടേണ്ട ദിവസമാണല്ലോ. നമ്മളുടെ ഉള്ളിലുണ്ടോ ഇങ്ങനത്തെ ഒരു കുട്ടി? ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോ. വാട്സ്ആപ്പ് നമ്പർ 8129411919. അല്ല, ഈ പറയുന്ന വൈകിക്ക് ഒരു സ്പെഷ്യൽ ഹോബി ഉണ്ടെന്ന് നമ്മൾ കേട്ടല്ലോ. എന്താണ് ആ ഹോബി? ഗോൾ ബുക്ക് എഴുതും. ഗോൾ ബുക്ക് എന്ന് വെച്ചാല് ലക്ഷ്യങ്ങള് അങ്ങനത്തൊക്കെ എഴുതുന്ന ഒരു ബുക്ക്. അപ്പൊ നമ്മളുടെ ഇത് എഴുതി കഴിഞ്ഞാൽ അത് മുഴുവൻ വായിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനോട് ഇതിങ്ങനെ പറയും. സബ് കോൺഷ്യസ് മൈൻഡിന് അച്ഛൻ. ഓഹോ, അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പറയുന്നൊക്കെ കേൾക്കുന്ന പറയുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മള് പറയുന്നത് റിയൽ ആണോ അത് നമ്മൾ ആഗ്രഹിക്കുന്നതാണോ എന്ന് അറിയില്ല. ഇതിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാല് വൈക ഇതാണ് ആഗ്രഹിക്കുന്നത്, അപ്പൊ ഇത് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അറിയാതെ വർക്ക് ചെയ്യും. വർക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന സാധനം നമുക്ക് നടക്കും. ഏറ്റവും എനിക്ക് ഭയങ്കര കാലുവേദനയാവുന്ന ഐ എം നോട്ട് ഹെൽത്തി എന്ന് പറഞ്ഞാൽ തഥാസ്തു സബ് കോൺഷ്യസ് മൈൻഡ് നടത്തും. അതുകൊണ്ടാണ് എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ നമ്മളെല്ലാവരും ഗോൾ ബുക്ക് എഴുതണം. അതാണ് ബി പോസിറ്റീവ്. അപ്പൊ ഇന്നത്തേക്കുള്ള ഒരു മോട്ടിവേഷൻ ആയല്ലോ. അതായി. അപ്പൊ എന്തായാലും ടൈം പാസിൽ ഹരിതി ഉണ്ട്, ദീപക് ഉണ്ട്, കൂടെ RJ വൈകിയുണ്ട്. ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി. மாடான் ரதிய உன்னை பிக்கப் பண்ணிடவா நடக்கும் நதிய புது சொட்டையும் கட்டிடவா ஆன் த வேயில் நம்ம ஃப்ரெண்ட்ஸையும் கூப்பிடவா ஃபுல் ஃபன் மூடில் ஒரு டான்ஸ். റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഹേ ഓ സലമാ അലസാ, ഓ സലമാ അലസാ. ഇന്ന് ചിൽഡ്രൻസ് ഡേയിൽ നമ്മൾ പൊതുവെ കുട്ടികളായി മാറുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ നമ്മൾ നൊസ്റ്റ് അടിക്കുന്ന ഒരു ദിവസം. അല്ല, ഓൾറെഡി നമ്മൾ കുട്ടികളാണല്ലോ. അതാണ് ടൈം പാസിൽ ദീപകിന്റെയും ഹരിതയുടെയും കൂടെ RJ വൈകിയുണ്ട്. ഹായ്, ഹലോ, RJ വൈകിയാണേ. അങ്ങനെയാണെങ്കിൽ വൈകനോട് ഇനി ഞങ്ങൾ ലേശം ചോദ്യം ചോദിക്കാൻ പോവാണ്. എനിക്ക് പറയാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രമിക്കാം. ഞാൻ പിന്നെ ബ്രില്യന്റ് ഗേൾ ആണല്ലോ. അതാണ്. അങ്ങനെയാണല്ലോ. ഈ ശക്തിമാനെ കുറിച്ചിട്ട് അറിയോ? കേട്ടിട്ടുണ്ട്. ആരാണ് ശക്തിമാൻ?
ശക്തിമാൻ അയോൺമാൻ അല്ലേ? ശക്തിമാൻ അയൺമാനോ? ശക്തിമാൻ അത് മലയാളം അല്ലേ? 90s കിഡ്സിന്റെ നൊസ്റ്റു ആയിരുന്നു ശക്തിമാൻ. ഏ ശക്തിമാൻ ശക്തിമാൻ. ശക്തിമാൻ. പക്ഷെ 20th ഹീറോ അയോൺമാനും ഇതൊക്കെയാണ്. സ്പൈഡർമാൻ ആവാം, എല്ലാം മാനാണ്. ഹൾക്കാവാം, ആഹാ. ആനിമേ കാണാം. ഇപ്പൊ ആനിമേ നല്ല ഇതാണ്, ട്രെൻഡിങ് ആണ്. ആനിമ എന്ന് വെച്ചാല് സത്യം പറഞ്ഞാല് ഓരോരോ പറയുന്ന ആൾക്കാർ ഇതിങ്ങനെ ആനിമ ആക്കിയിട്ട് കുറെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് ഇത് മനുഷ്യന്മാരല്ല എന്നാലാണ് അങ്ങനത്തെ രീതിയിലാക്കിയിട്ട് ഇവരിങ്ങനെ അടിപൊളി. അങ്ങനെയാണ് ഡീമൺ സ്ലെയർ, നറൂട്ടോ, അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ നല്ല ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണോ? എന്താ അത്? അല്ല, നമ്മുടെ അന്ധകാലത്ത് ഇതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫേവറേറ്റ് കാർട്ടൂൺസ് ഏതൊക്കെയായിരുന്നു? അതെ, ഒരു മെസ്സേജ് അയക്കാം. ഇവിടെ ഞങ്ങൾ 3 പേരും വെയിറ്റിംഗ് ആണ്. ടൈം പാസിൽ ഹരിതയുണ്ട്, ദീപക്കുണ്ട്, കൂടെ RJ വൈകിയുണ്ട്. അപ്പൊ വൈക ആ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. 8129411919. കേട്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ. അപ്പൊ മെസ്സേജ് പോന്നോട്ടെ. നാട്ടിലെങ്ങും പാട്ടായി. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമേലിഞ്ഞു കടവോ ഒരു മണിയായിട്ടുണ്ട് സമയം. ഈ സമയത്ത് ഞാൻ സ്കൂളിൽ ഹോംവർക്ക് എഴുതുമായിരിക്കും മിക്കവാറും. ഹോംവർക്ക് ചെയ്യാനോ? ഈ ഒരു സമയം എന്ന് പറയുന്നത് ലഞ്ച് ബ്രേക്കിന്റെ സമയമല്ലേ? അത് 12:30 തൊട്ട് 1:30 വരെയാണ് സമയം. അതിലത്തെ അരമണിക്കൂറാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അപ്പത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി വന്നിട്ട് എടാ നമുക്ക് ഹോംവർക്ക് എഴുതിയാലോ, എല്ലാരും ബുക്ക് വന്നിട്ട് അതേപടി ഇങ്ങനെ എഴുതാൻ തുടങ്ങും. ആരെങ്കിലും ഒരാൾ ഹോംവർക്ക് എഴുതി കൊണ്ടുവരും, എന്നിട്ട് ബാക്കി എല്ലാവരും നോക്കി എഴുതാണോ? അങ്ങനെയല്ല, ആ ദിവസം തരുന്ന ഹോംവർക്ക് ആ ദിവസം തന്നെ ചെയ്യും. അപ്പൊ വീട്ടില് വെറുതെ ഇരുന്നൂടെ? ഐഡിയ കൊള്ളാം. അല്ല, ശരിയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫിക്സഡ് ടൈം ഉണ്ടല്ലോ ലഞ്ച് ബ്രേക്കിനായിട്ട്. നമ്മൾ പിന്നെ വലുതായി കഴിയുന്ന സമയത്ത് അങ്ങനെ ഫിക്സഡ് ടൈം ഒന്നുമില്ല. നമുക്ക് തോന്നുന്ന ഒരു ടൈമിലായിരിക്കും നമ്മൾ കഴിക്കാൻ. പക്ഷെ എന്റെ വീട്ടില് 1 മണിക്ക് എല്ലാവരും വിളിക്കും ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഒരു ഫിക്സഡ് ടൈം ഉണ്ട് അല്ലേ? അല്ല, അവിടുത്തെ അവസ്ഥ എന്താണ്? വിവാഹിക പറഞ്ഞതുപോലെ തന്നെ ഒരു ഫിക്സഡ് ടൈമിൽ ലഞ്ച് കഴിക്കുന്ന ആൾക്കാരാണോ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ സമയമൊന്നുമില്ല എന്നുള്ളതാണോ? ഒരു മെസ്സേജ് അയച്ചോട്ടെ. ആൻഡ് മെസ്സേജ് അയക്കേണ്ട നമ്പർ വൈക ഒന്ന് പറയൂ. 8129411919. ടൈം പാസിൽ ഹരിതയും വൈകയും ദീപക്കുമാണ്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. പകലിൽ ഞാൻ തേടും റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഹായ്, ഞാൻ RJ വൈഗ. ഇന്ന് റേഡിയോ മാംഗോ ടൈം പാസിൽ ഹരിത ആന്റിയും ദീപകിന്റെ കൂടി ഞാനും ഉണ്ട്. ഞാൻ പഠിക്കുന്നത് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അമ്പടം എടുക്കത്തി എന്നാണെങ്കിൽ ആളുടെ എനർജിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ലേശം പണിയാണ്ടാ. പിന്നെ എനർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 12:30 തന്നെ ലഞ്ചൊക്കെ കഴിച്ച ആള് ഓൾ സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കുമല്ലോ. പക്ഷെ ഇന്നത്തെ ദിവസം ആൾക്ക് 12:30 ലഞ്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ കൂടെ 2 മണിക്കാണ് ലഞ്ച് കഴിക്കുന്നത്. ഹരിതി ദീപകും കൂട്ടി നമ്മുടെ കൂടെ ഒരുമിച്ച് ലഞ്ച് കഴിക്കാനായിട്ട്. അല്ല, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവരുന്ന കൂട്ടത്തിലാണോ? ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അമ്മ ഒരിക്കലും എനിക്ക് നോൺ വെജ് വെച്ചരാറില്ല. എന്താ എനിക്കറിയില്ല. അമ്മയോട് ഞാൻ പറയും, അമ്മ എന്റെ ഫ്രണ്ട്സ് ഒക്കെ രാവിലെ ചിക്കൻ ബിരിയാണി അതൊക്കെ ഉണ്ടാക്കി തരും. അമ്മ എന്താ എല്ലാ ദിവസവും ചോറും പച്ചക്കറിയും ഇടുന്നു? അമ്മേ, അതെന്താ അങ്ങനെ? അമ്മയ്ക്കൊന്ന് ഇടയ്ക്കൊക്കെ നോൺ വെജ് വെച്ച് കൊടുത്തൂടെ? അല്ല, ഇത് കേൾക്കുന്ന സമയത്ത് ഇപ്പോ ശരിയാണ്, പണ്ട് എന്റെ ലഞ്ച് ബോക്സിലും ഇങ്ങനത്തെ ഒരു കൊടുംചതി വീട്ടുകാർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മനസ്സിൽ പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും എപ്പോഴും ഈ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് അന്നും ഇന്നും ഒരു വികാരമാണല്ലേ? പിന്നെ അല്ല, നമ്മളുടെ ലഞ്ച് ബോക്സിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്ന സ്ഥിര ഐറ്റം എന്താ? ചോറ്, എന്തെങ്കിലും പരിപ്പിന്റെ കറി. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ, എന്താ ചിക്കൻ ബിരിയാണി കൊണ്ടുവരാണെങ്കിൽ അവരിങ്ങനെ തുറക്കും പാത്രം. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് ചിക്കൻ ബിരിയാണി അല്ലേ 5 മിനിറ്റ് കൊണ്ട് തീർന്ന്. ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴുള്ള ഒരു മണം അല്ലേ, മൊത്തം ക്ലാസ്സിൽ അതങ്ങനെ സ്പ്രെഡ് ആവുന്നുള്ളതാണ്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു നൊസ്റ്റാൾജിയ വിടരുന്നുണ്ടെങ്കിൽ ആ നൊസ്റ്റാൾജിയ നന്നായിട്ടൊന്ന് വിടർത്തിക്കോളൂ. ഞങ്ങൾ ഒരു പാട്ട് കേട്ടിട്ട് വരാം. ടൈം പാസിൽ ഹരിതയും ദീപക്കും ഒപ്പം RJ വൈകിയുണ്ട്. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. என் பக்கம் போனவளை தேடமெல்ல மூச்சு தள்ள என் தலைக்கும் ஏறவில்லை റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഈ സമയത്ത് സിറ്റിന്റെ ഏതൊക്കെ ഭാഗത്ത് തിരക്കുണ്ടാവും? എന്ത് പറ്റി? ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോകാനുള്ള പ്ലാൻ ഉണ്ടോ?
വെറുതെ ജനറലി വെറുതെ ചോദിച്ചാണ്. വെറുതെ ഒരു കുശലാന്വേഷണം ചോദിച്ചാടോ സിറ്റിന്റെ ഏതൊക്കെ ഭാഗത്ത് തിരക്കുണ്ടോന്ന്. പാളയം ഭാഗത്തൊക്കെ ഈ സമയത്ത് ചെറിയൊരു തിരക്ക് കാണാറുണ്ട്. ഉച്ച സമയമാണല്ലോ, കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു തിരക്ക് അല്ലേ? അല്ല, ഈ പുറത്തു പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് കൊണ്ടുവരുന്നതാണോ ഇഷ്ടം? എനിക്ക് പുറത്തുപോയി കഴിക്കുന്ന ഇഷ്ടം. ആഹാ, പക്ഷെ എന്തായാലും ഇപ്പൊ വൈക സ്കൂളിൽ പോകുന്ന ദിവസം ഇതേപോലെ തന്നെ ലഞ്ച് ബോക്സ് ഉണ്ടാവുമല്ലോ. അതെ. അല്ല, പൊതുവെ ഈ ലഞ്ച് ബോക്സിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷുകൾ എന്തൊക്കെയാ? ചിക്കൻ ബിരിയാണി, അച്ചാറ്, തൈര്, ചമ്മന്തി, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, അല്ലെങ്കിൽ പൊറാട്ടയും പനീർ ബട്ടർ മസാലയും. എന്റെ പൊന്നോ, കൊതിയായി. ഇതൊക്കെയാണ് ആഗ്രഹം. പക്ഷെ നമ്മളെ ഈ ലഞ്ച് ബോക്സിൽ ഇതൊക്കെ കിട്ടാറുണ്ടോ? അത് പകൽ സ്വപ്നമായി ഇരിക്കുന്നു. പകൽ സ്വപ്നമായിട്ടിരിക്കുന്നു വൈകിയുടെ ലഞ്ച് ബോക്സ് തുറക്കുന്ന സമയത്ത് പരിപ്പ് കറി, ചോറ്, ഇതാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഇതൊക്കെ കേൾക്കുന്ന വൈകിയുടെ അമ്മ എന്നെ കുറിച്ചു എന്നുള്ള ആ ഒരു ഫീൽ ഇരിപ്പുണ്ടാവും അല്ലേ? സത്യം. അല്ല, ഇതേപോലെ തന്നെ നമുക്കും ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു ഫേവറേറ്റ് ലഞ്ച് ബോക്സ് പറയുന്ന സമയത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് അതിൽ വേണ്ടത്? ഒരു മെസ്സേജ് അയച്ചോ. ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ 8129411919. അതാണ് കിട്ടിയല്ലോ. ടൈം പാസിൽ വൈകയുണ്ട്, ദീപക്കുണ്ട്, കൂടെ ഹരിതയുണ്ട്. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. സോളമന്റെ തേനീച്ചകൾ മൂവിയിലെ ട്രാക്കാണ്. വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടൊക്കെ കേട്ട് ഈ ഒരു നവംബർ 14th തേഴ്സ്ഡേ ആഫ്റ്റർനൂണിൽ നിൽക്കുമ്പോൾ ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്കിലേക്ക് ഞാൻ അറിയാതെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ടാണോ ദീപക്ക്? അതെ, അന്നൊരു കുട്ടി ആർജിയായി ഇപ്പൊ വൈക വന്നതുപോലെ തന്നെ ഞാനും 2009 ഒരു കുട്ടി ആർജിയായിട്ട് റേഡിയോ മാംഗോയിൽ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടും, സ്പെഷ്യലി ഫോർ ദീപക്. ഓർമ്മകൾ. അല്ല, ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ കൂടെയുള്ള ആള് അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണല്ലോ അല്ലേ? കഴിഞ്ഞ വർഷം ഞാൻ വേദവ്യാസയിലാണ് പഠിച്ചത്. അപ്പൊ അവിടുന്ന് എന്നെ ലൈറ്റ് മ്യൂസിക്കിന് ചേർത്തി. ഇത് പാടിയപ്പോ എന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഇവര് നന്നായി പാടുന്ന ഗ്രൂപ്പാ. അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര താഴെട്ടാ. പക്ഷെ പ്രശ്നമല്ല, അത് ഞാൻ അതെ, അതില് ഞങ്ങള് പാടിയിട്ട് ഞങ്ങക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതിന്റെ മൊമെന്റ് അപ്പോൾ വീട്ടിലുണ്ട്. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ARM മൂവിയിലെ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പാത്തുങ്ങിയല്ലോ. തലക്കൊളുത്തുള്ളൊരാ ചേലത്തും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിടം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. രസായിട്ട് പാടിട്ടോ. അല്ല, 4ാം ക്ലാസ് പഠിക്കുമ്പോഴല്ലേ ഗ്രൂപ്പ് സോങ്ങിന് സമ്മാനം കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ ഞാനും വൈകി തമ്മിൽ ഒരു ചെറിയ കണക്ഷനും കൂടി ഉണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഗ്രൂപ്പ് സോങ്ങിൽ എനിക്കും 1ാം സമ്മാനം കിട്ടിയിരുന്നു. അടിപൊളി. പിന്നെ ഇപ്പൊ വൈക 5ാം ക്ലാസ്സിലാണ്. എന്റെ ഗ്രൂപ്പ് സോങ് അല്ലേ ഇവിടെ ഹൈലൈറ്റ് ആക്കേണ്ടത്? ദീപക്കല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മുടെ RJ വൈകിയാണല്ലോ ഇന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ്. ആണല്ലേ? അതല്ലെങ്കിലും എനിക്കറിയാം, എന്റെ പാട്ടിന് ഇവിടെ ഒരു വിലയില്ലല്ലോ. ടൈം പാസിൽ ഹരിതയും ദീപക്കും വൈകിയാണ് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഹായ്, ഞാൻ RJ വൈകിയാണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് റേഡിയോ മാംഗോ ടൈം പാസിൽ ഞാനുണ്ട്, ഹരിതന്റെ ദീപക്കിന്റെയും കൂടി. ഫുൾ ഓൺ പവറാണ്, ഫുൾ ഓൺ പൊളിയാണ്, വേറെ ലെവൽ വൈബാണ്. ഇന്ന് ടൈം പാസിൽ ഞങ്ങൾ തകർത്തോണ്ടിരിക്കുകയാണ്. അല്ല, വൈകാനോട് ഞാൻ ചോദിക്കട്ടെ, വൈക ഇപ്പോ എല്ലാ ദിവസവും റേഡിയോ കേൾക്കുന്ന ആളാണ്
അതെ. ഇന്നിപ്പോ റേഡിയോയിൽ സംസാരിച്ചിട്ട് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഞാൻ കേട്ടപ്പോ എനിക്ക് എന്താ പറയാ, ഇവർക്ക് എന്ത് ഭാഗ്യം, എന്ത് നന്നായിട്ടാ പറയുന്നത്. ഞാൻ അങ്ങനെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. പണ്ട് ഞങ്ങളുടെ അച്ഛന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ ഷീതാമസ് എന്നോട് ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞ അങ്ങനെ പറയരുത്, ഒരു മിസ് അങ്ങനെ പറയുമ്പോ നിന്റെ അടുത്ത് കോൺഫിഡൻസ് ഉള്ളതിനോടല്ലേ നിന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ മിസ് ഇങ്ങനെ ഇതിനെ കുറിച്ച് വിവരിച്ച് പറഞ്ഞു, ഇന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, ഇവര് നന്നായി പഠിപ്പിച്ചരും, നീ അത് പറഞ്ഞാ മതിന്ന്. അപ്പൊ ഇത് നല്ല കാര്യമാണല്ലോ, പോയി പറയാലോ. ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മളുടെ അതേ വൈബിളുള്ള അതേ വയസ്സ് പോലെ. പിന്നെ നിങ്ങളോട് സംസാരിച്ചപ്പോ നല്ല കമ്പനിയാണല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോ പിന്നെ നോക്കുമ്പോഴാണ് എന്ത് രസാ, എനിക്ക് ഇഷ്ടായത്. വൈകയുടെ കൂടെ സംസാരിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. അവിടെ ഇഷ്ടമായില്ലേ? ഇതേ ഒരു മെസ്സേജ് അയക്കാൻ വൈകനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 8129411919. ഇനി എന്തായാലും 2 മണിയോട് അടുത്ത് തുടങ്ങുന്ന സമയമാണ്. ഇനി ജോഷ് ജംഗ്ഷനിൽ അഞ്ജലി എത്തും. അഞ്ജലിയുടെ കൂടെ 2 പേരും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വേദികയും അദ്വൈക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ ജോഷ് ജംഗ്ഷനിൽ. അപ്പൊ ടൈം പാസിൽ ഇന്ന് ആരൊക്കെയാണുള്ളത്? RJ ഹരിത, RJ ദീപക് ആൻഡ് RJ വൈഗ. And once again, Happy Children's Day. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. കാസറ്റ് ഹിറ്റ്സ്. ആൺകുയിലേ തേൻകുയിലേ, ആൺകുയിലേ തേൻകുയിലേ, നിന്റെ സ്വരം കേട്ടണയും